ജിൻഷ ബഷീർ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടേക്കാണ് പോകുന്നത്? നമ്മൾ വാഗമണിലേക്കാണ് പോകുന്നത്. വാഗമൺ ഫോഗിനോൾസ് റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഇന്ന് എന്തായാലും ന്യൂ ഇയർ നമ്മൾ അവിടെ അടിച്ച് പൊളിക്കാനായിട്ട് തീരുമാനിച്ചു. കൂടെയുള്ള ആരൊക്കെയാന്ന് നോക്കി. ഇത് ശ്രീരാജ്, എല്ലാവർക്കും ഫെമിലിയർ ആണ് ശ്രീരാജിനെ. വൈഫ് ഇപ്പോൾ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ആ ഫോട്ടോസൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വൈഫ് ഹർഷ ഒരു ഹായ് പറ. അപ്പോൾ നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന ന്യൂ മെമ്പറാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് പോകാൻ പോകുന്നത് ഫോഗിനോൾസിലേക്കാണ്. അപ്പം വാഗമണിലേക്കാന്ന് മാത്രമേ അവർക്ക് അറിയുള്ളൂ. അവർ ആദ്യമായിട്ടാണ് ഫോഗിനോൾസിലേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വൺ ഓഫ് ദി ഫേവറേറ്റ് റിസോർട്ടുകളിൽ ഒന്നാണ് ഫോഗിനോൾസ്. അപ്പോൾ ഇന്നത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വാഗമണിലേക്ക് പോകാം. ഓക്കെ, ബാ. ഇതാണ് നമ്മുടെ ഫോഗിനോൾസ് ന്യൂ ഇയറിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത്. ഭയങ്കര ഭംഗിയായിരുന്നു. ഞാൻ പല സെലിബ്രേഷനിലും ഫോഗിനോൾസ് ഞാൻ സ്ഥിരമായിട്ടൊരു 4 times എബോവ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ആംബിയൻസിൽ അല്ലെങ്കിൽ ന്യൂ ഇയറിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന രീതി ഞാൻ ഇതുവരെ ഫോഗിനോൾസ് കണ്ടില്ല. ഫോഗിനോൾസിന് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് ഈ ന്യൂ ഇയറിന് തന്നെയാട്ടോ. ഇതിനകത്ത് കയറി വരുന്ന ഭാഗത്ത് പാർക്ക് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ മകൾക്ക് അതിൽ കയറണമെന്ന് പറഞ്ഞതുകൊണ്ട് മകളെ കുറേ നേരം ആ പാർക്കിലൊക്കെ ഒന്ന് ഇരുത്തി കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ അകത്തേക്ക് കയറിയത്. അപ്പോൾ ലൈറ്റിംഗ് കൊണ്ട് ഫോഗിനോൾസിനെ ആകെ മൊത്തം ഒരു കളറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. DJയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ടൈമിൽ കർഫ്യൂ ആയിരുന്നതുകൊണ്ട് നമുക്ക് സെലിബ്രേഷൻ 10 മണി വരെ ന്യൂ ഇയറിന് പറ്റത്തുള്ളായിരുന്നു. അത് കാരണമായിട്ട് 6 മണിക്ക് തുടങ്ങിയ DJ അല്ലെ പ്രോഗ്രാം 10 മണിയായപ്പോൾ നിർത്തി. 9 മണി തൊട്ട് വെടിക്കെട്ടായിരുന്നു. അപ്പോൾ മോൾ ആ ഏരിയയിൽ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. ഈ ഏരിയയിലെല്ലാം നമ്മളൊന്ന് കറങ്ങി അടിച്ച് നടന്നു. ഇതെല്ലാം ക്രിസ്മസ് സെലിബ്രേഷനോടനുബന്ധിച്ച് അവർ ചെയ്തതാണ്. ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. മോൾക്ക് അതുവഴി നടക്കാൻ ആഗ്രഹം പറഞ്ഞിട്ട് മോൾ ആ ഒരു ഏരിയയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നതാണ്. ലൈറ്റിംഗ് ആണ് ഇതിൻ്റെ മെയിനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷനായിട്ട് ഫീൽ ചെയ്തത്. ഞങ്ങളുടെ ഇനിമോൾ ആദ്യമായിട്ടാണ് ഫോഗിനോൾസിൽ വരുന്നത്. അതുകൊണ്ട് അവളെ ഇതൊന്ന് ചുറ്റി നടന്ന് കാണിച്ചു. ഈ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം അവിടുത്തെ പാർക്ക് ഏരിയയും അതുപോലെ ഗെയിം സെൻറ്ററും ഒക്കെയാണ് അവൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ആ ഏരിയയിൽ ഞങ്ങൾ കുറേ നേരം കൊണ്ടുപോയി. അവൾ കുറേ നേരം കളിച്ചു. ആ സമയത്ത് ഞാനും അവളുമായിട്ട് കുറേ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ DJ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ആളുകളൊക്കെ ഭയങ്കര ഡാൻസ് ആയിരുന്നു. ഇത് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, തമിഴരുണ്ട്, മലയാളികളുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. ഈ നോർത്ത് ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ വൈബ് അവിടെ. അതായത് നോർത്ത് ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഡാൻസ് ചെയ്തതും ബഹളം മീൻസ് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് അവരാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എറണാകുളത്തു നിന്നുള്ള കുറച്ച് മലയാളീസ് ഉണ്ടായിരുന്നു. അവരും നല്ല ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് ഇനിമോളെയും കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അവൾക്ക് ആകെ ഒരു പൊറോട്ടയും ഇച്ചിരി ഗ്രേവിയും പിന്നീട് കുറച്ച് കുക്കുംബറുമാണ്. ആ കുക്കുംബറിന് വേണ്ടിയിട്ടാണ് അവൾ വെയിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവൾ അവിടെ പ്ലേറ്റും കൊണ്ട് മാറിയിരുന്ന് കഴിയും. കാരണം നമ്മൾ കൂടിരുന്നാൽ കുറേ കഴിക്കാൻ നിർബന്ധിക്കുമെന്ന് പേടിച്ചിട്ട് അവൾ മാറിയിരുന്ന് കഴിക്കും. നൈറ്റ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായിപ്പോൾ എല്ലാവരും കിടന്നുറങ്ങി. അതിനുശേഷം മോർണിംഗ് ഞങ്ങൾ ഫോഗിനോൾസിൻ്റെ തന്നെ തൊട്ടടുത്ത ഫോഗിനോൾസ് പ്രോപ്പർട്ടിയിലുള്ള സ്ട്രീമിലേക്ക് വന്നു, അരുവിയിലേക്ക് വന്നു. അവിടെ മനോഹരമായിട്ടുള്ള ഒരു അരുവിയാണ്, കുട്ടികൾക്കാണെങ്കിലും ഇറങ്ങാൻ പറ്റുന്ന ഒരു അരുവിയാണ്. അവിടെ ശ്രീരാജും വൈഫും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവരങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ നമുക്ക് അറിയാം ആ അരുവി. അവർ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ വന്നിട്ട് ഞാൻ കുറേ സൈക്കിളൊക്കെ അവിടെ ഓടിച്ചുകൊണ്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ കുറച്ച് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടും കുറച്ച് സൈക്കിളൊക്കെ ഇങ്ങനെ ഓടിച്ച് നടന്നു. പിന്നീട് കിഡ്സിൻ്റെ ഏരിയ വന്നു. അപ്പോൾ ഇനുമോള് ആ വന്ന ടൈം മുതൽ ഈ ഒരു പാർക്കിനകത്താണ് അവൾക്ക് ഭയങ്കരമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മോൾക്ക് വാരിക്കൊടുത്ത് തന്നെ കഴിപ്പിച്ചു, കാരണം ഭക്ഷണം കുറവാണ് തന്നെ കഴിച്ചാൽ. നമ്മളങ്ങനെ ഇവിടെ വന്നിട്ട് ഇന്നലെ ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു ഓഡിയോ ചെയ്തതാണ്, അതായത് വീഡിയോയിലൂടെ സംസാരിച്ചതാണ്. അതിനുശേഷം പിന്നെ ഇവിടെ വന്നപ്പോൾ ഇതിന്റെ വൈബ് അങ്ങ് മാറി. കാരണം നമുക്കൊരു 10 മണി വരെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള, ഇവിടെ അല്ല എല്ലായിടത്തും കേരളത്തിൽ അറിയാമല്ലോ കർഫ്യൂ ആണ്, അതിന് 10 മണി വരെ നമുക്ക് അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ 9:59 വരെ ഇവിടെ സെലിബ്രേഷൻ, ആ ഒരു ടൈം വരെ ഇവിടെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് നല്ല പൊളി വൈബായിരുന്നു. അതാണ് ഞാൻ ആ ന്യൂ ഇയറിൻ്റെ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഡാൻസും പാട്ടും അങ്ങനെ ഒരുപാട് മലയാളികളും പിന്നെ നോർത്തികളും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടെ. അങ്ങ് പൊളിച്ചടിക്കായിരുന്നു. പിന്നെ ഒരു 9 o'clock തൊട്ട് വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു, പൊളി വെടിക്കെട്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു ഡേ ഇവിടെ ഉള്ളായിരുന്നു. ഫോഗിനോൾസിനായിരുന്നു നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ. അങ്ങനെ ഇന്ന്, അതായത് 1-ാം തീയതിയാണ് ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. ബിക്കോസ് നാളെ മുതൽ നമ്മൾ മൂന്നാറാണ് നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു 7 days നമ്മൾ മൂന്നാറായിരിക്കും. മൂന്നാർ പിന്നെ തേക്കടി, ആലപ്പുഴ, അങ്ങനെ ഷൂട്ട് പോകും. അപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ തവണയും ഞാൻ ഫോഗിനോൾസിനെ പറ്റി പറഞ്ഞത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കേവിന്റെ, നമ്മുടെ കേവ് റൂംസിന്റെ റിസപ്ഷൻ ഏരിയ ആണ്. അപ്പോൾ ഈ ഗുഹയ്ക്കകത്ത് ഇരുട്ടായതുകൊണ്ട് കുറച്ച് വെട്ടം കിട്ടുന്നിടത്ത് ഞാൻ വന്നിരുന്നതാണ്. അങ്ങനെ നമ്മുടെ കപ്പ് ഇവിടെ നിങ്ങൾ അന്ന് കപ്പൊക്കെ ആണെങ്കിൽ പ്രിന്റ് ചെയ്ത് കിട്ടുന്ന ഒരു സിസ്റ്റം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുന്ന ഗസ്റ്റിന് ഒരു കപ്പ് ഫ്രീ ആയിട്ടുണ്ട്. ഞാൻ ഒരു കപ്പിന് പകരം 3 കപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഒന്ന് ഞാനും ഫൈസലിക്ക മോളും റീസെന്റ് ഒരു മാരേജ് ഫംഗ്ഷൻ എടുത്ത ഫോട്ടോ, ദെൻ ഇത് അന്ന് തന്നെ എടുത്ത ഫോട്ടോ കേട്ടോ. ഇത് പിന്നെ എൻ്റെ ഇത് താത്താന്റെ മോൾ ഇഷൽ, ഇത് നമ്മുടെ മോൾ ഇനാറ. ഞങ്ങളുടെ 3 പേരെടുത്തതിന് വൺ ഓഫ് ദി ഫേവറേറ്റ് ഫോട്ടോ ആണിത്. അത് ഞാൻ ഈ കപ്പിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു സർപ്രൈസ് ആയിട്ട് ഇഷലിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. ബിക്കോസ് ഒരു 9 മാസത്തിൽ അവള് നാട്ടിൽ എനിക്ക് കിട്ടിയതാണ്. 9ാമത്തെ വയസ്സായിപ്പോ അവള് ഖത്തറിലേക്ക് പോവാണ് ഈ മന്ത്. സോ അവൾക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഇവിടെ കുറെ നേരം പൊളിച്ചടിക്കും. ഇപ്പോഴും ഇവിടുത്തെ മ്യൂസിക്കും വൈബും ഒക്കെ മാറിയിട്ടില്ല. എല്ലാരും ഡാൻസും ചില്ല് ചെയ്തൊരു മൂഡിലാണ്. അപ്പൊ ഈ കപ്പൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ്. ഇവിടെ കുട്ടികളുടെ ഒക്കെ ബഹളമുണ്ട്. സോ ഇനുവാണോ? അങ്ങനെ കപ്പൊക്കെ റെഡിയായി കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്താണ്. ലാസ്റ്റ് കപ്പ് നല്ല ചൂടാണ്. അപ്പൊ നമുക്ക് മുകളിലത്തെ ഭാഗത്ത് ചെന്നിട്ട് കുറെ സംസാരിക്കാം. മോളുമായിട്ട് കുറെ കുതിരസവാരിയും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഹലോ, അപ്പോ ഫോഗിനോൾസ് എല്ലാവർക്കും ഫെമിലിയറാണ്. ഞാൻ തന്നെ ഒരു 2-3 വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ആ ഫുൾ A to Z തിങ്സ് ഞാൻ ഫോഗിനോൾസിനെ പറ്റിയിട്ടുണ്ട്. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല എനിക്ക് അത്രമാത്രം കംഫർട്ട് ആയിട്ടുള്ള സോണാണ് ഈ ഫോഗിനോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് ഇവിടെ ആയിരുന്നു ഞങ്ങൾ പറഞ്ഞില്ല വന്നത്. ഞാന്, ഫൈസലിക്ക, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ശ്രീരാജ്, ആർഷ വൈഫ്, പിന്നെ ഞങ്ങളുടെ മകൾ. ഇവിടെയാണ് ശ്രീരാജും വൈഫും താമസിച്ചത്. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മീൻസ് ഇങ്ങനൊരു ഫീൽ ഒരു റിസോർട്ടിലും കിട്ടത്തില്ല. കാരണം ഗുഹയ്ക്കകത്ത് താമസിക്കുക എന്നുള്ളത് നമ്മൾ പണ്ട് കേട്ടിട്ടേ ഉള്ളൂ. അവർ എക്സ്പീരിയൻസ് ചെയ്തു. അതെന്താന്ന് അവരിൽ നിന്ന് തന്നെ അറിയാം എന്താ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ശ്രീരാജും ആർഷയും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ ഞങ്ങള് വീഡിയോയിൽ അങ്ങനെ സംസാരിച്ചൊന്നും, സാധാരണ എന്തെങ്കിലുമൊക്കെ ബഹളം ഉണ്ടാക്കാറാണ് എന്റെ പതിവ്. വീഡിയോയിൽ അങ്ങനെ സംസാരിക്കാനായിട്ട് നിൽക്കാറില്ല പലപ്പോഴും. എങ്ങനെ ഉണ്ടായിരുന്നു ഇതിനകത്ത്? നമ്മള് പല റിസോർട്ടുകളിലും എങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ്. സാധാരണ റൂമുകളിൽ റിസോർട്ടുകളിൽ അവർ താമസിക്കുന്നതാണ്. പക്ഷെ ഗുഹയിലൊരു വല്ലാത്തൊരു അല്ലേ നല്ലൊരു എക്സ്പീരിയൻസ്. ഓക്കെ, അവരുടെ എക്സ്പീരിയൻസ് കേട്ടു. അപ്പൊ നമുക്ക് മറ്റൊന്നും പറയാം.
ഇത് ഇവരുടെ ബാൽക്കണി മീൻസ് അവർക്ക് വന്നിരിക്കാനും ഇവിടെ നമ്മുടെ ഫ്ലൈറ്റിന് കൂട്ടെ ഒരു ചെറിയ വിൻഡോ ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇവിടെ പുറത്തെ മറ്റേ തേയിലത്തോട്ടം കാണാം. ഇവിടെ ഇപ്പോൾ കുറച്ച് ഉണക്കല്ലേ, അത് കാരണമായിട്ട് കുറച്ച് ഭാഗം ഗ്യാപ്പുണ്ട്. ഇങ്ങനെ നല്ല കാറ്റാട്ടോ, എപ്പോഴും ഈ ക്ലൈമറ്റ് ആണെങ്കിലും ഭയങ്കര കാറ്റാണ്. കാറ്റടിക്കുന്ന ശബ്ദം രാത്രി തിരമാലയുടെ ശബ്ദം പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. രാത്രി ഫുള്ള് കാറ്റിന്റെ ശബ്ദം ഇങ്ങനെ തിരമാല പോലെ വന്നുകൊണ്ടിരുന്നു. നല്ല രസം കേട്ടോ. രാത്രി ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നത് ഒരു 6 മണി 7 മണി ആയപ്പോൾ ആ ടൈം തൊട്ട് ഞങ്ങളൊരു കിടക്കാൻ പോയ ടൈം ഒരു 11:30-12 വരെ അതുപോലെ ഭയങ്കര കാറ്റായിട്ട് ഇനിമോളാണെങ്കിൽ ഇന്ന് വിറക്കിയായിരുന്നു. വിറച്ചിട്ട് ഞാൻ ഇത് രാവിലെ ഇട്ട ഡ്രസ്സിന്റെ കൂടെ 3 പാൻറ് കാലിലിട്ടു, 3 പാൻറ്റും അതിനും 2 ബനിയനുമാണ് ഇട്ടത്. എന്നിട്ട് അവിടെ തണുപ്പ് മാറിയില്ല. അപ്പം ഞാൻ ഇത്രയും തണുപ്പുണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ ഏരിയയിൽ ഭയങ്കര ചൂടല്ലേ, അത് കാരണമായിട്ട് ഞാൻ ചൂടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം മോൾക്ക് ചൂടാകും കുഴപ്പമില്ല, സ്വെറ്റർ ഒന്നും എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചു. ഇവിടെ വന്ന് എനിക്ക് പണി കിട്ടിയാണ് കേട്ടോ, നല്ല തണുപ്പായിരുന്നു. രാവിലെ ഗുഹാമുറി കണ്ടു, അതിനുശേഷം മോളുമായിട്ട് കുറച്ച് കുതിരസവാരി നടത്തി. ഞാൻ കുറച്ച് സൈക്കിളൊക്കെ ഓടിച്ചു, ചുമ്മാ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഒരു വ്ളോഗ് എന്നുള്ള പ്ലാനിലല്ല വന്നത്, ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ എന്നുള്ള പ്ലാനിലാണ് വന്നത്. അപ്പോൾ ഇനി നമുക്ക് ഞങ്ങൾ താമസിച്ച റൂം കൂടെ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച നമ്മളുടെ റൂം. അപ്പോൾ 2 റൂമായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് വില്ല ടൈപ്പും ഒന്ന് ഗുഹ റൂമുകളും. അപ്പോൾ ഗുഹ റൂമുകൾ നമ്മുടെ ഫ്രണ്ട്സിനെ ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ അവരത് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് താമസിച്ചു. അപ്പോൾ ഇവിടെ കാണിച്ചത് ഇതാണ് ലിവിങ് ഏരിയ, ദെൻ ഇതാണ് നമ്മുടെ റൂം. പിന്നെ ഇവിടെ തന്നെ ഇതിനകത്ത് 2 റൂമുണ്ട്. ഇത് ഒരു റൂം അപ്പുറത്തുണ്ട് റൂം. പിന്നെ ഇത് ഡ്രസ്സിങ് ഏരിയ, ദെൻ വാഷ്റൂമേ, അവിടെയാണ് വാഷ്റൂം ഉള്ളത്. ഡൈനിങ് ഏരിയ, സ്മോൾ ഡൈനിങ് ഏരിയ ആണ്. ഇപ്പോൾ നമുക്കിവിടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇങ്ങനെ പുറത്തെ വ്യൂ ഒക്കെ കണ്ടു കഴിക്കാൻ പറ്റും. തണുത്ത കാറ്റും മഞ്ഞും ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത റൂമിലേക്ക് കഴിക്കണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ റൂമിൽ ഇവിടെ നമുക്കത് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഐറ്റം എൻ്റെ വീട്ടിലുണ്ട്. ഇതിന്റെ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോഗിനോൾസിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഫോഗിനോൾസ് റിസോർട്ട്, വാഗമൺ റിസോർട്ട് ജിൻഷാഭിഷേകം സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താലും കാണാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ വീഡിയോ റീപോസ്റ്റ് ചെയ്യാറുണ്ട്, ആളുകളുടെ ആവശ്യപ്രകാരം ചെയ്യാറുണ്ട്. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് കണ്ടാൽ ഞാൻ വ്ളോഗിങ് പ്ലാനിലല്ല ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടുപോലെ എഴുതിയിട്ടില്ല. സാധാരണ രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചുമ്മാ ഒരു റൗണ്ട് ഷൂട്ട് ചെയ്തെന്ന് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഏരിയ ഒരു സ്മോൾ ഏരിയ, ഒരു കിച്ചൺ പോലെ ഒരു ഏരിയ ആണ്. ശരിക്കും നമ്മൾ ഇതിന്റെ ആവശ്യമില്ല. ശരിക്കും ഈ റിസോർട്ടിന്റെ പുറത്ത് ഭംഗി നമ്മൾ ആസ്വദിച്ച് പുറത്ത് നിൽക്കും. ഇതിനകത്തൊക്കെ നമ്മൾ നിൽക്കുന്നത് പിന്നെ ആണെങ്കിൽ ഇതിനകത്ത് നിന്നാലും മുകളിലത്തെ ഫ്ലോറിൽ നിന്നൊക്കെ നോക്കി കഴിയുകയാണെങ്കിൽ നമുക്ക് വ്യൂ കിട്ടും, ഭയങ്കരമായിട്ട് തേയിലത്തോട്ടത്തിലോട്ടൊക്കെയുള്ള വ്യൂ. ഇനി നമുക്ക് മറ്റേതുപോലത്തെ ബെഡ്റൂമാണ്. നമുക്ക് മുകളിൽ പോയിട്ട് ബാക്കി ബെഡ് കാണാം. അതായത് നമ്മുടെ കിഡ്സിന്റെ ബെഡ് കാണാം, കാണിച്ചു തരാം. ഇതാണ് കിഡ്സിന്റെ ഏരിയ. ഇപ്പോ നമ്മുടെ താത്താന്റെ മോളും എന്റെ മകളും ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇവിടെ കിടന്നേനെ. പക്ഷെ അവൾക്ക് പേടി കേട്ടോ, ഒറ്റയ്ക്ക് കിടക്കാൻ പേടി. അത് കാരണമായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണ് കിടന്നത്. ഇത് അവൾ കുറെ നേരം പകല് കളിക്കും ഇതിനകത്ത്, അല്ലാതെ രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റും. പക്ഷെ ഇതാണ് കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഏരിയ. ഇപ്പോൾ 2 കിഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഇവിടെ പ്ലേസ് ചെയ്യാൻ പോലെ കിടത്താൻ പറ്റും. പിന്നെ ഇവിടെ നിന്നുള്ളത് എല്ലാ റൂമിലും ഞാൻ പറഞ്ഞതുപോലെ മുകളിലത്തെ ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യൂ ആണ്, പൊളി വ്യൂ എന്ന് പറയുന്നത്. തേയിലത്തോട്ടവും ലേക്കും ഒക്കെ ആയിട്ട് കിടില സംഭവം. അത് ലേക്കാണ്, ഇവിടെ നിന്ന് കാണാൻ ദൂരമായിട്ട് കാണുന്ന ലേക്കാണ്. ഭയങ്കര ഒരു വ്യൂ ആണ്. ഇപ്പോൾ മോർണിംഗ് ഞാൻ ഉണർന്നിട്ട് മകളുടെ കൂടെ ഒക്കെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴേക്ക് ഇറങ്ങണം, ഫുഡ് കഴിക്കണം, പോണം. അങ്ങനെ നമ്മൾ 2 ദിവസം ഫാഗ്യനോൾസിൽ പൊളിച്ചടിക്കുക. 2 ദിവസം എന്ന് പറയാൻ പറ്റത്തില്ല,
ഇന്നലെ നൈറ്റാണ് നമ്മൾ ഇവിടെ എത്തിയത്. നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഒരു 7 o'clock ആയപ്പോൾ ഇവിടെ എത്തി. ഇന്നലെ നൈറ്റ് ഫുള്ള് പൊളി വൈബായിരുന്നു. ഒരു 10 മണി വരെയൊക്കെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിന്ന് രാവിലെ കുറേ ഇവിടെയൊക്കെ കറങ്ങി അടിച്ച് നടന്നു. ഇനി നമ്മളിപ്പോൾ ഒരു 3 മണിയായിട്ടുണ്ട്. നമ്മളിവിടുന്ന് തിരിക്കുകയാണ്. ഫോഗിനോൾസിൻ്റെ നിങ്ങൾ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്ന ചെറിയ വീഡിയോകൾ, അല്ലെങ്കിൽ എൻ്റെ വിശേഷങ്ങൾ, അതും അല്ലെങ്കിൽ ഡെയിലി വ്ളോഗും ഒക്കെ ആയിട്ട് ഞാൻ വരും. മറക്കണ്ട ജിൻഷാബിഷ് എന്നുള്ള പേജ് ഫോളോ ചെയ്യുക, ജിൻഷാബിഷ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. അതുവരയ്ക്കും ബൈ ബൈ.